ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2-ാം അധ്യായം. വ്യാസ ഉവാച. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണിഃ പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തുമുപചക്രമേ. വ്യാസൻ പറഞ്ഞു, 1-ാം അധ്യായത്തിൽ ശൗനകാദി മുനികൾ ചെയ്ത 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്കുള്ള സമാധാനം ഈ 2-ാം അധ്യായത്തിൽ പറയുന്നു. ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ശോഭനമായ ചോദ്യത്താൽ നല്ലവണ്ണം സന്തോഷിച്ച രോമഹർഷണ പുത്രനായ സൂതൻ അവരുടെ വാക്കിനെ അഭിനന്ദിച്ച ശേഷം സമാധാനം പറയുവാൻ തുടങ്ങി. സൂത ഉവാച. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിനേദോസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ തുടങ്ങുന്ന സൂതൻ തൻ്റെ ഗുരുവായ ശുകബ്രഹ്മർഷിയുടെ സർവാത്മഭാവത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മമാർഗങ്ങളിൽ നിന്നൊഴിഞ്ഞവനാകയാൽ ഉപനയനം എന്ന കർമാധികാരത്തെ സ്വീകരിക്കാതെ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായി പിതാവിനെയും വെടിഞ്ഞ് സന്യസിച്ചു പോകുന്ന ശുകബ്രഹ്മർഷിയുടെ വിരഹം നിമിത്തമുള്ള ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ വ്യാസൻ പുത്ര എന്ന അത്യുച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. അപ്പോൾ 4 ഭാഗത്തും നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ തന്നെ പുറപ്പെടുവിച്ചു. എങ്ങും ശുകമയമായി ഭവിച്ചു. ആത്മമാത്രനായ ശുകൻ തന്നെ പിതാവിൻ്റെ പുത്രസ്നേഹരൂപമായ പാശത്തെ ഛേദിക്കുവാൻ ഈ മാതിരി ശബ്ദം വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചു. സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിക്കാൻ തക്ക മഹിമയുള്ള സർവാത്മായ ആ ശുകബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥി തീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുവും മുനീനാം. സംസാരമാകുന്ന ഘോരാന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരെക്കുറിച്ചുണ്ടായ കരുണയാൽ അസാധാരണ മഹിമയുള്ളതും വേദങ്ങളുടെ സാരമടങ്ങിയതും ഉപമ പറയുവാൻ തക്കതായ രണ്ടാമതൊരു വസ്തുവോട് കൂടാത്തതും ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്നതുമായ പുരാണ രഹസ്യത്തെ വേറെ എടുത്ത് ഉപദേശിച്ചിരിക്കയാൽ മുനികളുടെ ഗുരുവായ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണൻ, നരോത്തമനായ നരൻ, വാഗ്ദേവതയായ സരസ്വതീ ദേവി, വ്യാസൻ ഇവരെ വന്ദിച്ച ശേഷം സംസാര സങ്കടത്തെ ജയിപ്പാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായ പുരാണം ആരംഭിക്കണമെന്നുള്ള ന്യായാനുസരണം ഞാൻ അവരെ എല്ലാം നമസ്കരിച്ചിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കുന്നു. മുനയസാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാസു പ്രസീദതി. അല്ലയോ മുനിമാരെ, ലോകത്തിനു മംഗളത്തെ ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ചരിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ പരമധന്യനായി. ശ്രേയസാധനമായ കൃഷ്ണചരിതം പറയുവാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നിരിക്കയാൽ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണ കഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാക്കുന്നു. സ വൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരതോക്ഷജേ അഹൈദുഃഖ്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഏതുവിധമായ പ്രവൃത്തിയാൽ ബലകാംക്ഷയോടുകൂടാത്തതും ഇളക്കമില്ലാത്തതുമായ ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുമോ, ആ പ്രവൃത്തി തന്നെ നാശരഹിതമായ ബലത്തെ നിശ്ചയമായും ജനിപ്പിക്കുന്ന പരമധർമ്മം. എന്തുകൊണ്ടെന്നാൽ ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് രജസ്തമോ ഗുണവൃത്തികളെ വെടിഞ്ഞ് സത്വഗുണത്തെ മാത്രം അവലംബിക്കുന്നതായി ഭവിക്കയാൽ പരമാനന്ദം സ്ഫുരിപ്പാൻ യോഗ്യതയുള്ളതായിത്തീരുന്നു. സ്വർഗാദി ബലത്തെ കാംക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് താണനിലയും ബലകാംക്ഷ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നത് പരമാനന്ദ ഹേതുകവുമായിരിക്കയാൽ
ഉയർന്ന നിലയുമാകുന്നുവെന്ന് സാരം. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എത്തദഹൈതുകം. യത്നം, ദാനം, തപസ് മുതലായവ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ലേ മോക്ഷഹേതു. ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെ എന്നുള്ള ശങ്കയെ ഈ പദ്യം കൊണ്ട് തീർക്കുന്നു. ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനിൽ പരമപ്രേമലക്ഷണയായ ഭക്തി ഉറയ്ക്കുംതോറും അന്യങ്ങളായ തുച്ഛ വിഷയങ്ങളിൽ രതി തോന്നാതെ വരികയെന്നുള്ള വൈരാഗ്യം ബലപ്പെട്ടു വരുന്നു. തന്നിമിത്തം അന്ധഃകരണം പരിശുദ്ധമാകുന്നു. അതിനാൽ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാവുന്നു. അതിനാൽ ഭക്തി ജ്ഞാനസാധനമാകുന്നുവെന്ന് സാരം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസൂയഃ നോത്പാദയേദ്യതി രതിം ശ്രമയേവ ഹി കേവലം. ഏതേതുവിധം പ്രവൃത്തിയായാലും ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്നതായാൽ അതുതന്നെ ശ്രേയസാധനം എന്നു പറഞ്ഞതിനെ വ്യതിരേകമുഖേനയും ഉറപ്പിക്കുന്നു. വർണ്ണാശ്രമാദികൾക്ക് നിശ്ചയിച്ചതായ ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചുവെങ്കിലും ആ അനുഷ്ഠാനം ശ്രീഹരിയുടെ കഥകളിൽ താൽപ്പര്യമുണ്ടാവാൻ തക്കവിധം അന്ധഃകരണശുദ്ധി വരുത്തുന്നില്ലെങ്കിൽ അത് കേവലം അധ്വാനം എന്നു മാത്രം. ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അന്ധഃകരണശുദ്ധി. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. സംസാര സങ്കടങ്ങളെ തീരെ നശിപ്പിച്ച് നിത്യാനന്ദ സ്വരൂപമായ മോക്ഷത്തെ സാധിപ്പിക്കുവാനുള്ള മുഖ്യ സാധനമായ ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം അർത്ഥത്തെ ജനിപ്പിക്കുകയാണെന്ന് വന്നുകൂടാ. അർത്ഥം നശ്വരമാകയാൽ അതിൻ്റെ പ്രാപ്തി ക്ഷണിക സുഖത്തെയല്ലാതെ ശാശ്വത സുഖത്തെ നൽകാത്തതിനാൽ അർത്ഥത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ധർമ്മം കൃതാർത്ഥമായി ഭവിക്കുകയില്ല. അതുപോലെ തന്നെ ധർമ്മത്തെ നിലനിർത്തേണ്ടതിന് മുഖ്യ സാധനത്വേന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം ഇന്ദ്രിയ പ്രീതിയെ ജനിപ്പിക്കുന്ന വിഷയഭോഗം കൊണ്ട് മാത്രം കൃതകൃത്യമായി എന്നും വരുന്നതല്ല. ഭോഗാവസാനത്തിൽ ഇന്ദ്രിയ പ്രീതിയും അവസാനിക്കുന്നതിനാൽ അർത്ഥത്തെ ഇന്ദ്രിയ പ്രീതിരൂപമായ തുച്ഛ ബലത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചുവെന്നേ വരുന്നുള്ളൂ. കാമസ്യനേന്ദ്രിയ പ്രീതിർലാഭോ ജീവേതയാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോയശ്ചേഹ കർമ്മഭിഃ. വിഷയഭോഗരൂപമായ കാമത്തിൻ്റെ പരമപ്രയോജനം ഇന്ദ്രിയ പ്രീതിയല്ല. ഇന്ദ്രിയങ്ങൾ കാമോപഭോഗത്താൽ തൃപ്തിയെ പ്രാപിക്കുകയേയില്ല, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ എത്രമാത്രമുള്ള വിഷയോപഭോഗത്താൽ ജീവിച്ചിരിപ്പാൻ കഴിയുമോ അത്രമാത്രമുള്ള വിഷയസേവ ചെയ്യുന്നത് തന്നെ കാമത്തിൻ്റെ മുഖ്യ പ്രയോജനം. ജീവനത്തിൻ്റെ പ്രയോജനം കർമ്മങ്ങൾ ചെയ്ത് അർത്ഥാദികളെ വീണ്ടും സമ്പാദിക്കുന്നത് അല്ല. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഈ വിധം സംസാര ദുഃഖം അനുഭവിപ്പാൻ സംഗതി വരികയില്ലയോ ആ പരമതത്വത്തെ അറിവാനുപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് മാത്രമാണ് ജീവിക്കുന്നതിൻ്റെ പരമപ്രയോജനം. വദന്തി തത്വവിദഃ തത്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. ക്ഷണം തോറും മാറിമാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല, അവികാരിയും ഏകരൂപവും പ്രതിദ്വന്ദ്വിയില്ലാത്തതുമായ ജ്ഞാനം എന്നു കാണിപ്പാനാണ് അദ്വയമായ എന്ന പദത്തെ ജ്ഞാനത്തിന് വിശേഷണമായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ തത്വവിത്തുക്കളെല്ലാവരും ഒരുപോലെയല്ല പറയുന്നത് എന്നൊരു വാദത്തിന് വഴിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരേ തത്വത്തെ ഓരോരുത്തരും പേരുമാറ്റി പറയുന്നത് അല്ലാതെ തത്വസ്വരൂപത്തിൽ അവർ ഭേദിക്കുന്നില്ല. ഉപനിഷത്തുക്കളെ പ്രബല പ്രമാണമായി നിശ്ചയിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ പരമാർത്ഥ തത്വത്തെ ബ്രഹ്മമെന്നു പേർ പറയുന്നു. ഹിരണ്യഗർഭോപാസകന്മാർ ആ തത്വത്തെ തന്നെ പരമാത്മാവെന്നും പറയുന്നു. ഭക്തന്മാർ അതിനെ തന്നെ ഭഗവാൻ എന്ന നാമത്താൽ വ്യവഹരിക്കുന്നു. തച്ഛ്രുദ്ധദാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. മേൽ പ്രസ്താവിച്ച വിധം പല നാമങ്ങളിൽ പറഞ്ഞതായ ആ പരമാത്മ തത്വത്തെ അറിവാൻ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർ
ആ അറിവിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ ആചാര്യമുഖത്തിൽ നിന്ന് ശ്രവിക്കുന്നു. അപ്പോൾ നാശരഹിതമായ ഒരു തത്വമുണ്ടെന്നുള്ള പരോക്ഷ ജ്ഞാനം അവർക്കുണ്ടാകുന്നു. അതിൻ്റെ വളർച്ചയോടുകൂടെ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു വരികയും തത്വത്തിൽ പരമപ്രേമലക്ഷണയായ ഭക്തി ജനിക്കുകയും ആ ഭക്തി കൊണ്ട് തന്നെ ശരീരാദി ജഡതത്വങ്ങളെ പ്രകാശിപ്പിച്ചും കൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയുകയും ചെയ്യുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നുതന്നെ എന്നുള്ള അനുഭവം ആ മുനിമാർക്കുണ്ടാകുന്നു. അധപ്പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. ഭക്തി കൊണ്ട് തന്നെ പരമാത്മാനുഭാവം ഉണ്ടാകുന്നതിനാൽ ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദ്യാശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തിവരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല. ശ്രീഹരിയെ സന്തോഷിപ്പിക്കാൻ ഉപകരിക്കുന്ന ആരാധനം തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ ഫലം. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യകീർത്തിതവ്യശ്ച ധ്യേയപൂജ്യശ്ച നിത്യദാ. ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം കേവലം ശ്രമമാകയാൽ ഭക്തി ഉണ്ടാവണമെന്നുള്ള മുഖ്യോദ്ദേശത്തോടുകൂടെ തന്നെ ധർമ്മത്തെ അനുഷ്ഠിക്കണമെന്നുള്ള സ്വമതത്തെ ഈ പദ്യത്താൽ ഉറപ്പിക്കുന്നു. ആകയാൽ ഹേ മുനിമാരെ, ഏകാഗ്രമായ മനസ്സോടുകൂടെ ഭക്തന്മാരെ പരമസങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്ന നാഥനായ ഭഗവാനെക്കുറിച്ചു തന്നെ നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യണം. യദനുദ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോന കുര്യാത് കദാരതീം. യാതൊരു ഭഗവാന്റെ സ്വരൂപധ്യാനമാകുന്ന ഖഡ്ഗത്തോടു കൂടിയിരിക്കുന്ന വിദ്വാൻമാർ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതായ കർമ്മത്തെ മുറിച്ചുകളയുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നവൻ, ബലം അനുഭവിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിചാരത്തെ ക്രമത്തിൽ നശിപ്പിച്ച് ഏതൊരു ഭഗവാന്റെ പ്രേരണയാൽ ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും പുണ്യവും പാപവും എല്ലാം ആ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിച്ചും കൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുവോ, ആ ഭഗവാന്റെ കഥകളെ കേൾക്കണമെന്നുള്ള ശ്രദ്ധ ആർക്കു തന്നെ ഉണ്ടാകുകയില്ല. അഹങ്കാരത്തെ നശിപ്പിക്കാനുള്ള വാളാണ് ഭഗവൽ കഥാരഥി. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാന്മഹത് സേവയാ വിപ്രാഹ പുണ്യതീർത്ഥനിഷേവണാത്. ഭക്തി മുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞ ശേഷം അതുണ്ടാകുവാനുള്ള മാർഗം പറയുന്നു. പാപങ്ങളെ നശിപ്പിക്കുന്നതിനും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ശക്തിയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം, ക്ഷേത്രദർശനം എന്നിവ നിമിത്തം മഹാന്മാരെ സേവിപ്പാൻ ഇടവരും. അപ്പോൾ അവർ പറയുന്ന ഹരികഥകൾ കേൾക്കണമെന്നുള്ള ആശയുണ്ടാകും. ആ വിധം വാസുദേവൻ്റെ കഥയിൽ അഭിരുചി ജനിക്കും. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ത്യോഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സദാം. സജ്ജനങ്ങൾക്ക് തൽബലത്തെ നൽകുന്നവനും ശ്രവണകീർത്തനങ്ങളിൽ തൽപരന്മാരായവർക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണൻ തൻ്റെ കഥ കേൾക്കുന്നവരുടെ ഹൃദയത്തിലിരുന്ന് കാമാദി ദുർവാസനകളെ നശിപ്പിക്കുന്നു. കഥ കേൾക്കാത്തവരുടെ ഹൃദയത്തിലും കൃഷ്ണൻ ഇല്ലയോ എന്ന് ശങ്കിക്കരുത്, ഉണ്ട്. എന്നാൽ കഥാശ്രവണത്താൽ ഉദ്ദീപിതനാകുമ്പോൾ പാപം നശിപ്പിക്കുമെന്നു സാരം. വിറകുകളിൽ സ്വതേയുള്ള അഗ്നി അതിനെ ദഹിപ്പിക്കയില്ല, മദനത്താൽ ഉജ്ജ്വലിപ്പിച്ചാൽ മരത്തെ ദഹിപ്പിക്കും. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. എപ്പോഴും ഭാഗവതന്മാരുടെ സേവ കൊണ്ട് അമംഗളങ്ങൾ പ്രായേണ നശിക്കുമ്പോൾ ഉത്തമ ശ്ലോകനായ ഭഗവാനിൽ ഇളക്കമില്ലാത്ത പരമാനുരാഗം ഉണ്ടാകുന്നു. തഥാ രജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ചയേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. അപ്പോൾ രജസ്തമോ ഗുണങ്ങളും അവയുടെ ഭാവങ്ങളായ യാതൊരു കാമലോപാധികളും ഇവയാൽ സ്പർശിക്കപ്പെടാത്തതും സത്വത്തിൽ നിലനിൽക്കുന്നതുമായ മനസ്സ് പ്രസാദിക്കുന്നു.
ഏവം പ്രസന്നമനസോ ഭഗവത്ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഈ വിധം ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവൻ്റെ മനസ്സ് പ്രസാദിക്കയാൽ നിസ്സാരങ്ങളായ വിഷയസുഖങ്ങളിൽ പ്രവേശിക്കാത്തതിനാൽ സംഘമറ്റിരിക്കുന്ന അവന് ഭഗവാന്റെ സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. സർവേശ്വരനായ ഭഗവാൻ തന്നെ ആത്മാവായിരിക്കുന്നവൻ എന്നുള്ള പ്രത്യക്ഷമായ അറിവ്, അപരോക്ഷാനുഭൂതി തന്നെ തത്വജ്ഞാനം. ഈ അറിവ് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ഞാൻ എന്ന തോന്നിയിരുന്നതായ ഭാവനയാകുന്ന അഹങ്കാരം, ഹൃദയഗ്രന്ഥി നശിക്കുന്നു. ദേഹത്തോടു കൂടാതെ അന്യമായ ചൈതന്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചൈതന്യമോ ദേഹമോ ഞാൻ എന്നീ വിധമുള്ള അസംഭാവന, വിപരീത ഭാവന എന്ന ദോഷരൂപങ്ങളായ സംശയങ്ങളെല്ലാം നശിക്കുന്നു. ഇതിനാൽ ഇവൻ്റെ സഞ്ചിത കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു. ഈ അവസ്ഥയാണ് മോക്ഷം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനീം. ഈ കാരണത്താൽ കവികൾ എപ്പോഴും ഭഗവാനായ വാസുദേവനിൽ ഏറ്റവും അധികരിച്ചതായ സന്തോഷത്തോടുകൂടെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നതായ ഭക്തിയെ ചെയ്യുന്നു. സത്വം രജസ്തമൈതി പ്രകൃതേർഗുണാസ്തേർ യുക്തപരപുരുഷ ഏകൈഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. ഏകനായ ഈശ്വരൻ പ്രകൃതി ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ അവലംബിച്ചിട്ട് ഈ ലോകത്തിൻ്റെ പരിപാലനം, സൃഷ്ടി, സംഹാരം എന്നീ കൃത്യങ്ങളെ നിർവഹിക്കുവാനായിട്ട് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നീ 3 പേരുള്ള മൂർത്തികളെ ധരിക്കുന്നു. അവരിൽ വെച്ച് സത്വമൂർത്തിയായ വാസുദേവനിൽ നിന്ന് ഭജിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ സിദ്ധിക്കും നിശ്ചയം. നാശരഹിതമായ പദത്തെ വിഷ്ണു മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് ശ്രീഹരിയെ ഭജിക്കണം. പാർത്ഥിവ ദാരുണോ ധൂമ തസ്മാദഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് കഷ്ണമാക്കി മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്നും അഗ്നിയുടെ ലക്ഷണമായ പുകയും പിന്നെ അതിൽ നിന്ന് തീയും ഉണ്ടാകുന്നു. അഗ്നി സിദ്ധിച്ചാൽ വേദത്തിൽ പറഞ്ഞ വിധം യാഗാദി കർമ്മം അനുഷ്ഠിക്കാം. പുക പുറപ്പെട്ട സമയം അഗ്നി ഉണ്ടാകുമെന്നുള്ള സംഭാവന നിമിത്തം യാഗാനുഷ്ഠാനത്തിന് ഒരുക്കം കൂട്ടും. വിറക് മാത്രമായിരിക്കുമ്പോൾ യാഗപ്രസക്തി തന്നെ ഇല്ല. അതുപോലെ തമോ ഗുണത്തിൽ ബ്രഹ്മപ്രകാശത്തിൻ്റെ പ്രസംഗം പോലുമില്ല. രജസ്സിൽ അതിനേക്കാളുമുണ്ട്. കർമ്മശ്രദ്ധയുണ്ടാകും. അപ്പോൾ അതല്പം ബ്രഹ്മപ്രകാശമായി. സത്വഗുണം ബ്രഹ്മത്തെ തികച്ചും പ്രകാശിപ്പിക്കും. അതിനാൽ ബ്രഹ്മാനന്ദാനുഭവം സത്വമൂർത്തിയായ വിഷ്ണുവിനെ ഭജിക്കുന്നവർക്കുണ്ടാകും. ബേജിരേ മുനയോദാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പാന്തേ ഏനുതാനിഹ. അതുകൊണ്ട് ആദികാലത്തിൽ മുനികൾ മഹിമയുള്ളവനും പരിശുദ്ധമായ സത്വഗുണം തികഞ്ഞവനുമായ വിഷ്ണുവിനെ ഭജിച്ചു. ഈ ലോകത്തിൽ യാതൊരുത്തർ അവരെ അനുസരിക്കുന്നുവോ അവർ ക്ഷേമത്തിനായിക്കൊണ്ട് കൽപ്പിക്കുന്നു. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപദീനത നാരായണ കലാശാന്ത ഭജന്തി ഹ്യനസൂയവഃ. നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായ ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ ദേവന്മാരെയോ അവരെ ഭജിക്കുന്നവരെയോ നിന്ദിക്കുന്നില്ല. പരമശാന്തിരൂപമായ മോക്ഷത്തെ കൊടുപ്പാൻ അർഹന്മാരായ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഈ വിധം ഭജിക്കുന്നവർ സത്വഗുണം അധികരിച്ചവരാകുന്നു. രജസ്തമപ്രകൃതയഃ സമശീലാ ഭജന്തി വൈ പിതൃഭൂതപ്രജേശാദിൻ ശ്രീഐശ്വര്യപ്രജേപ്സവഃ. രജസ്, തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള സമാനശീലമുള്ളവർ, ശ്രീയോടുകൂടെ ഐശ്വര്യം, പ്രജ ഇവയെ ആഗ്രഹിക്കുന്നവർ, പിതൃക്കൾ, ഭൂതങ്ങൾ, ബ്രഹ്മാവ് എന്നിവരെ ഭജിക്കുന്നു. വാസുദേവ പരാവേദ വാസുദേവ പരാമഗാഃ
വാസുദേവപരായോഗാഃ വാസുദേവപരാക്രിയാഃ വാസുദേവപരം ജ്ഞാനം വാസുദേവപരം തപഃ വാസുദേവപരോ ധർമ്മോ വാസുദേവപരാഗതിഃ. വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, കർമ്മങ്ങൾ, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി എന്നിവയെല്ലാം വാസുദേവൻ്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കാൻ ഉപകരിക്കുന്നതുമായ പ്രധാന മാർഗങ്ങളെയും ഉപായങ്ങളെയും ഉപദേശിക്കുന്ന മുഖ്യോദ്ദേശങ്ങളോടുകൂടെ ഏർപ്പെടുത്തപ്പെട്ടവയാകുന്നു. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭുഃ. ലോകത്തെ സൃഷ്ടിച്ചതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്നുചേരുന്നത്. എങ്ങനെ വാസുദേവ പരത്വം സിദ്ധിക്കുന്നുവെന്നുള്ള ശങ്കയെ 4 പദ്യങ്ങൾ കൊണ്ട് പരിഹരിക്കുന്നു. ജഗൽ സൃഷ്ട്യാദി ലീലകളെ നിർവഹിക്കുന്ന പരമതത്വം വാസുദേവൻ തന്നെ എന്നാണ് ഈ പദ്യങ്ങളുടെ സാരം. കാര്യകാരണഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും സത്വാദി ഗുണസമുദായാത്മികയുമായ തൻ്റെ മായ കൊണ്ട് ഗുണാതീതനും സർവവ്യാപിയുമായ ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആബാധി വിജ്ഞാനേന വിജൃംഭിതഃ. ജഗത്തിൻ്റെ കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് സാധിച്ചതിൽ പിന്നെ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്ന ലക്ഷണത്തോടുകൂടിയ ലീലയെ പറയുന്നു. മായയിൽ നിന്നുണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദിഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദിഭൂതങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള അഭിമാനമുള്ളവൻ എന്ന പോലെ പ്രകാശിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ ആ വിധമായ അഭിമാനമോ ഗുണങ്ങളോട് ബന്ധമോ ഭഗവാനില്ല. എന്തുകൊണ്ടെന്നാൽ ചിച്ചക്തി കൊണ്ട് അത്യുർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക് അഭിമാനത്തിന് അവകാശമില്ലല്ലോ. യഥാഹ്യവഹിതോ വന്യർ ദാരുഷ്യേകസ്വയോനിഷു ജ്ഞാനേവ ബാധി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ബഹുരൂപനായിരിക്കുന്നതും വാസുദേവൻ തന്നെ എന്ന് കാണിക്കുന്നു. ഉപാധിഭൂതങ്ങളായ കാഷ്ടങ്ങളിൽ പ്രവേശിച്ച് ശോഭിക്കുന്ന ഏകരൂപനായ അഗ്നി കാഷ്ടങ്ങളുടെ സ്ഥൗല്യദൈർഘ്യങ്ങളെ അനുസരിച്ച് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നതുപോലെ ഏകനായ ഭഗവാൻ എല്ലാറ്റിലും അന്തര്യാമിയായിരിക്കുന്നുവെങ്കിലും ചതുർവിധ സൃഷ്ടിവർഗങ്ങളിൽ ജീവരൂപേണ വസിക്കുമ്പോൾ ബഹുരൂപനെന്ന പോലെ പ്രകാശിക്കുന്നു. അസൗ ഗുണമയേർഭാവേർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ശ്രീഹരി ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയോടുകൂടി തന്നാൽ നിർമ്മിക്കപ്പെട്ട 4 വിധ സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് അതാതു സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായ സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. അതാതു പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്നത് ശ്രീഹരിയാകയാൽ അതാതു ജീവന്മാരനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശ്രീഹരി തന്നെ. എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അജ്ഞാന ബന്ധമില്ലാത്തവനാകയാൽ ജീവന്മാർക്ക് സുഖഭോഗങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നു. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യങ്നരാദിഷു. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാർ, മൃഗാദികൾ, മനുഷ്യർ ഇവരിൽ സ്വേച്ഛയാ സ്വരൂപങ്ങളെ ധരിച്ചവതരിച്ച് ഓരോവിധ ലീലകളെ പ്രകാശിപ്പിച്ച് സത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. 2-ാമത്തെ അധ്യായം സമാപിച്ചു. 3-ാം അധ്യായം നാളെ. ഹരി ഓം.